ഈ ജിഷ്ണു പല തവണ ഇങ്ങോട്ട് വന്നതാണ്. ജിഷ്ണുവിന്റെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഈ സ്ഥലം ഇനി ഈ രീതിയിൽ പുനഃസൃഷ്ടിക്കുക എന്നുള്ളത് ഒരുപക്ഷെ അസാധ്യമായിരിക്കും അല്ലേ? ഇല്ല, പഴയ രീതിയിൽ ഇനി ആക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം മുണ്ടക്കൈ എന്നുള്ള ഒരു ജംഗ്ഷൻ തന്നെ ഇപ്പം ഇല്ല. അവിടുത്തെ ഏതോ പള്ളി മാത്രമേ അവശേഷിക്കുന്നതാണ്. പിന്നെ ഫൈസൽ പറഞ്ഞ പോലെ സ്ഥിരം ആൾക്കാർ വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. കാരണം ചെറിയൊരു മഴ പെയ്താൽ പോലും അത്യാവശ്യം ബോർഡ് ഇറങ്ങി കാണാൻ ഭംഗിയുള്ള നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ട് തന്നെ ആൾക്കാർ സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2-3 വെള്ളച്ചാട്ടമുണ്ട്. ഒന്ന് സീതാമക്കുണ്ട് വെള്ളച്ചാട്ടം, പിന്നെ ഏറ്റവും മുകളിൽ പോയാൽ അവിടെ ഉരുൾപൊട്ടിയത് അതാണ്. അതിൻ്റെ ആ ഭാഗത്തായിട്ടാണ് ഉരുൾപൊട്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടെയും അങ്ങനെ 2 വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആൾക്കാർ വന്ന് കണ്ട് നല്ല രീതിയിൽ തന്നെ പോകാറുള്ള സ്ഥലമാണ്. ഇനിയിപ്പോൾ അത് പഴയ രീതിയിലാക്കുമെന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരുപക്ഷെ ഗവൺമെന്റ് LP സ്കൂൾ മുണ്ടക്കൈ എന്നുള്ളൊരു ബോർഡുണ്ട്. അതായിരിക്കും ഈ മുണ്ടക്കൈ എന്നുള്ളതിന്റെ ഒരു തിരിച്ചറിയാനുള്ള ഒരു രേഖയായി നിൽക്കുന്നത്. പക്ഷെ ആ കെട്ടിടം എത്ര കാലം ഈ രീതിയിൽ നിൽക്കും എന്ന് അറിയില്ല. കാരണം അതിന്റെ മുൻഭാഗം പൂർണ്ണമായി തന്നെ ഒലിച്ചു പോയിരിക്കുകയാണ്. അതിന്റെ ഒരു ചുവരുകളാണ് ബാക്കി നിൽക്കുന്നത്. ഇപ്പോൾ ജിഷ്ണുവും ഫൈസലും എല്ലാം സൂചിപ്പിച്ചതുപോലെ ഇത് ഇനി ഈ രീതിയിലാക്കാൻ കഴിയുമോ എന്നുള്ളതിൽ വ്യക്തതയില്ല. ഈ ആളുകളുടെ എണ്ണത്തിൽ തന്നെ ഈ സർക്കാരും അതുപോലെ തന്നെ ഈ സന്നദ്ധ പ്രവർത്തകരും എല്ലാം പറയുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇവിടെയുള്ള സ്ഥിരതാമസക്കാരായ തദ്ദേശീയരായ ആളുകളെ കുറിച്ച് നമുക്ക് അറിയാം. അതായത് ഈ സർക്കാർ സംവിധാനത്തിന് അറിയാം. പക്ഷേ ബാക്കിയുള്ള ആളുകൾ, അതിൽ ഈ ഹാരിസൺ മലയാളം പോലെയുള്ള വലിയ പ്ലാന്റേഷനുകളിലെ തൊഴിലാളികളെ കുറിച്ച് ഇവിടെ ഉള്ള ആളുകൾക്ക്, അതായത് HR വിഭാഗത്തിനെല്ലാം അറിയുന്നുണ്ടായിരിക്കും. പക്ഷെ സാധാരണ ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. ഇവർ എത്ര പേരുണ്ട്, ഇവർ എത്ര പേർ ഇവിടെ താമസിക്കുന്നുണ്ട്, ഓരോ വീട്ടിലും എത്ര ആളുകൾ ഉണ്ട് എന്നതിനെ കുറിച്ചൊന്നും കൃത്യമായ വിവരങ്ങളില്ല. അതുകൂടി ലഭിച്ചാൽ മാത്രമേ ഇത് സംബന്ധിച്ച ഒരു കൃത്യമായ കണക്കിലേക്ക് പോകാൻ കഴിയൂ. എത്ര ആളുകളെ കാണാനില്ല എന്ന കണക്കിലേക്ക് പോകാൻ കഴിയുള്ളൂ. 3 നേപ്പാൾ സ്വദേശികൾ ഉൾപ്പെടെ ഉള്ള മറ്റ് രാജ്യക്കാരായ അവരും തേയില തോട്ടത്തിലെ തൊഴിലാളികളായിരുന്നു. അതുകൊണ്ട് അവരുടെ വിവരങ്ങളുണ്ട്. പക്ഷേ ഇതര സംസ്ഥാന തൊഴിലാളികളായ ഈ തേയിലത്തോട്ടത്തിന്റെ ഭാഗമല്ലാത്ത ആളുകൾ എത്ര എന്ന കണക്ക് ഈ തൊഴിൽ വകുപ്പിന്റെ കയ്യിൽ പോലും ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. സൈഫുദ്ദീൻ, തീർച്ചയായും ജിഷ്ണുവും ഫൈസലും ഒക്കെ ആ നാട്ടുകാരാണ്. അവരുടെ വാക്കുകളിൽ തന്നെ ഉണ്ട് ഒരു തരം നിർവികാരത. ഒരു 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 മുണ്ടക്കൈ എന്ന ഒരു ജംഗ്ഷൻ, മുണ്ടക്കൈ എന്ന ഒരു അങ്ങാടി ഇന്നില്ല. തിരിച്ചറിയാൻ ഒരു അടയാളപ്പെടുത്തലും ബാക്കിയാക്കാതെ ആ നാട് മണ്ണിലാണ്ടുപോയതിൻ്റെ നേർചിത്രം അവിടെ നിന്ന് സാജിദ് പങ്കുവെക്കുകയാണ്. അങ്ങാടിയിൽ സൊറ പറഞ്ഞിരുന്നവർ, ഒരുമിച്ച് കൂടി തമാശ പറഞ്ഞിരുന്ന എത്രയോ പേർ, അനേകം പേർ ഇന്ന് മണ്ണിനടിയിലാണ്. പലരും അന്ത്യനിദ്രയിലാണ്. ഉറങ്ങാൻ കിടന്ന അനേകം മനുഷ്യരെ ഇരുളിൽ പൊടുന്നനെ പൊട്ടിയൊഴുകിയെത്തിയ ഉരുൾ മരണത്തിലേക്ക് വലിച്ചുകൊണ്ടുപോയ മഹാദുരന്തത്തിൻ്റെ 3ാം നാളാണിന്ന്. ഇപ്പോഴും വല്ലാത്തൊരു തരം അനിർവചനീയമായ മരവിപ്പോടെ, നിർവികാരതയോടുകൂടി കേരളം വയനാട്ടിലേക്ക് തന്നെ നോക്കി നിൽപ്പാണ്. മരണവെള്ളപ്പാച്ചിൽ 2 നാടുകളെ അപ്പാടെ മൂടിയപ്പോൾ കേരളം സാക്ഷിയായത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിനാണ്. ഒറ്റ രാത്രി കൊണ്ട് ആർത്തലച്ചു വന്ന ശൂന്യതയ്ക്ക് മുന്നിൽ നിർവികാരമായി ആ നാട് നിൽക്കുന്നു. എത്രയോ ജീവിതങ്ങൾ നിരാലംബം നിസ്സഹായം ആ രാവിരുട്ടിൽ അവസാനിച്ചു. മുണ്ടക്കൈയിലും ചൂരൽമലയുടെ മലമടക്കുകളിലും ജീവിതം കരുപ്പിടിപ്പിച്ച എത്രയോ പേർ, അതും സാധാരണക്കാരായ ആളുകൾ, വളരെ പാവപ്പെട്ട ആളുകൾ.